എല്ലാവർക്കും നമസ്കാരം. ഞാൻ വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ പുരോഹിതരെല്ലാവർക്കും ഭയമാണ്. എനിക്ക് ചിരിച്ചു വന്നത്. ഞാൻ എല്ലാവരും എടാ നീ വീഡിയോസ് ഒന്നും ചെയ്യില്ലേ, പുരോഹിത ഭയങ്കര പ്രശ്നക്കാരാണ്, നീ ആർക്കെതിരെ സംസാരിക്കണമെന്ന് അറിയോ? ഞാൻ ചോദിക്കണം, ഇതിൽ എന്തൊരു വലിയ തമാശയാണ്. പുരോഹിതൻ എന്താ ഇവിടെ ഗുണ്ടകളെ കൊണ്ട് നടക്കുന്നുണ്ടോ? പുരോഹിതരെ നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളെ കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ ചിന്ത, നിങ്ങളെ ഭയമാണ് എല്ലാവർക്കും. പുരോഹിതൻ സ്നേഹത്തിനെയും കരുണേനെയും എന്താ പറയുക, സത്യം പറയണമെന്നൊക്കെ നിങ്ങളെ ഭയമാണ്. എല്ലാവരും എന്നെ വിളിക്കും, നെൽസ നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. എന്തിന്? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഞാനിപ്പോൾ സ്വതന്ത്രനാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാനെന്തിനാണ് പേടിക്കണേ? തല പോയാലും സത്യം പറയണം. ഈ 10 കൽപ്പനകളിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, നുണ പറയരുതെന്ന്. നമ്മൾ നുണ പറയാൻ പാടില്ല. നുണ പിശാചിൻ്റെയാണ് എന്നൊക്കെയാണ് പറയണത്. ഇത് നുണ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, നുണ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു വൈദികൻ. ക്രിസ്ത്യാനിറ്റിയുടെ ഇതിൽ തന്നെ പറയുന്നത് ഇതാണ്, നുണ പറയരുത്, സത്യം മാത്രമേ പറയാനുള്ളൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഞാനത് മാത്രമേ ചെയ്യണുള്ളൂ. പിന്നെ ഞാൻ സ്വതന്ത്രനാവണതിന് ഞാൻ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് സ്വാതന്ത്ര്യം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നു, എൻ്റെ മനസ്സിനെ സ്വതന്ത്രനാക്കുന്നു. ഞാനതിനെന്തിനു പേടിക്കണം? നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്? ഈ പുരോഹിതരുടെ നുണക്കഥകൾ പുറത്തു വരണതിൻ്റെ ടെൻഷനാണോ നിങ്ങൾക്ക്? നിങ്ങളുടെ മുഖം മൂടി നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ അഴിഞ്ഞു വീഴുന്നതിൻ്റെ ടെൻഷനാണോ നിങ്ങൾക്ക്? മറ്റുള്ള സമുദായങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ നേതൃത്വത്തിൻ്റെ കപടമുഖം പുറത്തു വീണതിൻ്റെ ടെൻഷനാണോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി ഇങ്ങനെ പറയുന്നു, ഇതിലെന്താ വല്ല സത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ മറുപടി വരേണ്ടി വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മ്ലാനത, നാണം, അതാണോ നിങ്ങളെ ടെൻഷനാക്കുന്നത്? അതെന്റെ പ്രശ്നമല്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ, ഞാൻ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, അത് വിളിച്ചു പറയുക മാത്രം ഞാൻ ചെയ്തത്. അത് എന്റെ സ്വാതന്ത്ര്യമാണ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഭാരതീയ നിയമസംഹിത പ്രകാരം അതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, അല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത്, നുണയല്ല. നുണ നിങ്ങളെ ടെൻഷൻ കൂട്ടുള്ളൂ. ഒരു നുണ പറഞ്ഞ് അത് മറയ്ക്കാൻ വേറെ 10 നുണ പറയേണ്ടി വരും. അടുത്തത് 10 100 ആവും, 100 200 ആവും, 1000 ആവും, 10000 ആവും. ടെൻഷൻസ് ആവും. എനിക്ക് തെറ്റ് പറ്റിയതിന് ഞാൻ ആ തെറ്റിനെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുക. എനിക്ക് തെറ്റുപറ്റി, ഞാൻ ആ തെറ്റി പുരോഹിതനെ വിശ്വസിച്ച് ഈ പുരോഹിതന് കൂടെ നടക്കുന്ന കൂട്ടാളികളുടെ ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ എന്നെ ഉപയോഗിക്കുകയായിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചു. വീണ്ടും ഇവിടെ സംഘർഷങ്ങളില്ലാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ തിരിച്ചറിയുക, സത്യം പറയുക. ഇത് ക്രൈസ്തവ സഭയിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ പറയുക, നിങ്ങളുടെ ഇടവകയിൽ നടക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുക. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, നിങ്ങൾ ഇനിയിപ്പോൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ ഇടപെടണ്ട, ചെറിയ ചെറിയ വിഷയങ്ങൾ നിങ്ങൾ ഇടപെടൂ. നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ ഈ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ ഏത് സഭയായിക്കോട്ടെ, നിങ്ങളായിരിക്കുന്ന വിഷയത്തിലൊന്ന് ഇടപെടൂ. അവിടെ എന്താണ് നടക്കണമെന്ന് നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ. അല്ലാതെ അച്ഛൻ ശരിയാവുന്നില്ല, അച്ഛൻ അങ്ങനെ അതായത് ഒരു അച്ഛൻ ഒരു കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം. അപ്പം കമ്മിറ്റിയിൽ ബോധവും വിവരവും നീതി സംസാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ധൈര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവിടെ അച്ഛന് തെറ്റ് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയും, തെറ്റാണെന്ന് പറയണം. ഭൂരിപക്ഷം ആൾക്കാർ തെറ്റാണെന്ന് പറയുമ്പോൾ തെറ്റാണെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റൂ. അല്ലാതെ ഒരാൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നിങ്ങൾ അദ്ദേഹത്തിന് ഒരു ദൈവമായിട്ട് കാണല്ല. അദ്ദേഹം ദൈവമല്ല, അദ്ദേഹം മനുഷ്യനാണ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട്, എൻ്റെ ഉള്ളിലും ദൈവമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. എനിക്കറിയില്ല. നമ്മളങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവമില്ല എന്നുള്ളൊരു വിശ്വാസമാണോ ഇവരെ കൊണ്ട് ഇത്തരം നാറിത്തരങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. ഓരോ വൈദികരോടെ കാണിച്ചു കൂട്ടി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എത്രയോ സിസ്റ്റേഴ്സ് കന്യാസ്ത്രീ മഠങ്ങളിൽ കിണറ്റിൽ വീണു. ഇവരൊക്കെ രാത്രി വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് കിണറ്റിൽ വന്ന് ചാടിയതാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ട് ഇവിടെ. ഒരു പുരോഹിതൻ ഒരു പെൺകുട്ടിയോട് ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ സത്യം വിളിച്ചു പറയുന്നു. അതിൽ ഞാൻ സത്യം വിളിച്ചു പറയുമ്പോൾ ഞാൻ സ്വതന്ത്രനാവാണ് ചെയ്യണം. നിങ്ങൾ അതിനെക്കുറിച്ച് ആരും ടെൻഷൻ ആകരുത്. ഇത് ടെൻഷൻ ആവേണ്ട വിഷയമല്ല. ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സത്യം വിളിച്ചു പറയാനുണ്ടോ, നിങ്ങളുടെ പള്ളികളിലോ നിങ്ങളുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലോ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുക, അത് ചൂണ്ടിക്കാണിക്കുക. നിയമപരമായിട്ട് പോകേണ്ടതാണെങ്കിൽ നിയമപരമായിട്ട് പോവുക. ആരും ബോറടിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. അത് പറ്റാവുന്നതാണെങ്കിൽ പറയുക. നമുക്ക് വേറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്, നമുക്ക് ഒരു നിവൃത്തിയില്ലാതെ വരികയാണെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ ഭീകരരായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പുരോഹിതരായിട്ടാണ് സംസാരിക്കുന്നത്.
പുരോഹിതൻ അങ്ങനെ ഗുണ്ടകളുണ്ടെന്ന് എൻ്റെ അറിവിലില്ല. നിങ്ങൾക്ക് അങ്ങനെ ചിന്തകളുണ്ടോ എന്ന് എനിക്കറിയില്ല. പുരോഹിതൻ ഗുണ്ടകളായിട്ടല്ല നടക്കണം. അവൻ്റെ കയ്യിൽ കുരിശും കൊന്തയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾ എന്താണ് കണ്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ തീർച്ചയായും യുദ്ധം തുടരും. ഇതിനൊരു പരിസമാപ്തി ഇല്ലാതെ ഇത് നിർത്തുന്ന പരിപാടിയില്ല. അപ്പോൾ ആർക്കെങ്കിലും ഞാൻ പറയുന്ന ആശയങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഇട്ടോളൂ. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മറുപടി തരാം. കാരണം ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ട എനിക്ക് അറിഞ്ഞൂടെ എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്കും അറിയാം. ഈ നാട്ടിലുള്ള ഓരോരുത്തർക്കും അറിയാം. ഓരോരുത്തർ രംഗത്തേക്ക് വരുന്നുണ്ട്. ഈ വൈദികന്റെ മോശം കാര്യങ്ങൾ, തെണ്ടിത്തരങ്ങൾ ഒക്കെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് അടുത്ത് തന്നെ ന്യൂസ് ചാനലുകളിൽ കൂടെ അല്ലെങ്കിൽ എൻ്റെ തന്നെ ലൈവിൽ നിങ്ങളത് അറിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളത്. അത്രയപ്പോൾ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. എൻ്റെ വാക്കുകളിൽ അഹങ്കാരം നിറഞ്ഞതായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നണ്ട. ഇതെൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കണം. സ്വാതന്ത്ര്യം. ഞാൻ അടിമേനെ പോലെ ആയിരുന്നു ഇവിടെ, അടിമേനെ പോലെ. ഇവരെ ഭയപ്പെട്ടും ഈ സമൂഹത്തിനെ ഭയപ്പെട്ടും ഞാൻ അതിൻ്റെ ചങ്ങല ഞാൻ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞു. മനസ്സിലായില്ല? ഇനി എനിക്ക് പ്രത്യേകിച്ച് ആരെയും ഒന്ന് ബോധിപ്പിക്കാനായിട്ടില്ല. മനസ്സിലായില്ല? ഇനി ഇതിനേക്കാളും വലിയൊരു പ്രശ്നം നേരിടാനില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. മനസ്സിലായില്ല? അപ്പം നിങ്ങളത് തിരിച്ചറിയുക. അത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ. ചിന്തിക്കുക. ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ ഈ പറയുന്ന പുരോഹിതർ നിങ്ങളോട് പ്രവർത്തിക്കണതെന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ അല്ലെങ്കിൽ അച്ഛാ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ പറയുന്നത് പോലെയല്ല പ്രവർത്തിക്കുന്നത്, ബൈബിളിലുള്ള പോലെയല്ല പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹത്തിനോട് മുഖത്ത് നോക്കി പറയുക. എന്തിനാണ് പേടിക്കുന്നത്? അച്ഛനോട് കൊട്ടേഷൻ ടീമിനെ കൊണ്ടാണ് നടക്കണത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞാടുകൾ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് പുരോഹിതർ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഞങ്ങളെ ഭയപ്പെടുന്നത്? ഞങ്ങളുടെ കയ്യിൽ കത്തിയോ കടാരിയോ തോക്കോ ബോംബോ ഒന്നുമില്ല. ഞങ്ങൾ ആരെയും കൊല്ലാൻ പറയുന്നില്ല. എന്നിട്ടും ഞങ്ങളെ ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സമൂഹം, ഞങ്ങളുടെ അനുയായികൾ എന്തുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുന്നു? നിങ്ങളൊരു ഏകാധിപതിയാണോ? നിങ്ങളൊരു ഡിക്റ്റേറ്ററാണോ? അല്ലെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ അനുയായിയാണോ? സ്നേഹവും കരുണയും വാളുറയിലിടുക, അത് വാളെടുത്തവൻ വാളായിലെന്ന് പറയുന്ന വ്യക്തിയുടെ അനുയായികളാണോ? നിങ്ങൾ ആ ആശയമാണോ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരമാണ്. ഇനിയും നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന യുവജനങ്ങൾ എന്നേക്കാളും വൈബ്രന്റ് ആണ്, അവർ എന്നേക്കാളും വയലന്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. അപ്പം നിങ്ങളൊരു വിചിന്തനത്തിന് തയ്യാറാവുക, ഒരുമിച്ചിരിക്കുക, സംസാരിക്കുക. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് അത് നിങ്ങൾ തിരിച്ചറിയുക. അതല്ലെങ്കിൽ നിങ്ങളുടെ പുരോഹിതവർഗം മൊത്തം ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകും. നിങ്ങൾക്ക് ആളെ കിട്ടാതെയാകും. ഇന്ന് കന്യാസ്ത്രീ മഠങ്ങളിൽ സിസ്റ്റർ ആവാൻ ആരും കിട്ടുന്നില്ല. ഈ ഇവിടെയുള്ള സിസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അവർ വിളിച്ചു പറഞ്ഞത്, അവരെഴുതിയ പുസ്തകങ്ങൾ, വിവരമുള്ളവൻ അത് വായിച്ച് ആ ദുരന്തത്തിൽ നിന്നും അവരുടെ ആ ഒരു പ്രത്യേക അവസ്ഥകളിലേക്ക് പോകാൻ അവരുടെ മക്കളെ അനുവദിക്കില്ല. വിവരമുള്ളവൻ, ഞാൻ പറഞ്ഞു, വിവരമുള്ളവൻ, വിവേകമുള്ളവൻ അനുവദിക്കുകയില്ല. അപ്പോൾ മനസ്സിലാക്കുക കാര്യങ്ങളെ. ഇതൊരു നിസ്സാര സംഭവമല്ല ഞാൻ പറയുന്നത്. ഇത് വളരെ അപകടം നിറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ അടിമകളാക്കാൻ വിടരുത്. 1-2 മക്കളൊക്കെ ഒരു വീട്ടിലുള്ളൂ. ആ മക്കളെ ബഹുമാനപൂർവ്വം അവന് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അവനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുക. അതാണ് നിങ്ങൾ അവർക്ക് നൽകേണ്ടത്. മനസ്സിലായില്ലേ? ഈ സിസ്റ്റേഴ്സും പുരോഹിതരും എവിടെ വെച്ചാണ് അവരെ വേട്ടയാടി പിടിക്കണതെന്ന് നിങ്ങൾക്കറിയില്ല. അവന് ചിന്താശേഷി നഷ്ടപ്പെട്ട ഇല്ലാത്ത സമയത്താണ് അവൻ ഇവരുടെ ഗ്യാങ്ങിൽ വന്ന് പെടുന്നത്, പുരോഹിതനാവാനും കന്യാസ്ത്രീ ആവാനും പോകുന്നത്. മനസ്സിലായില്ലേ? അവൻ പോകുമ്പോൾ അവനത് പോകട്ടെ. ഒരു 25, 30, 40, 35 വയസ്സൊക്കെ ആകുമ്പോൾ അവർ പോയിക്കോട്ടെ. ഇത് ഈ 10ാം ക്ലാസ് ആവുന്നതിനേക്കാളും മുമ്പ് അവനെ കൊണ്ടുപോയി ബ്രെയിൻ വാഷ് ചെയ്ത് ആ ഒരു ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവന് പുറത്തേക്ക് വരാൻ പറ്റില്ല. പിന്നെ ഇത് എല്ലാ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ അവരെ തന്നെ വൈറ്റ് വാഷ് അടിക്കുകയും പെയിന്റ് അടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നുണ പറഞ്ഞുകൊണ്ടല്ല ഒരു സമൂഹത്തിന് കൂടെ നിർത്തേണ്ടത്, സത്യം പറഞ്ഞുകൊണ്ടും അതല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് പ്രസംഗിച്ചുകൊണ്ട് വേണം. അല്ലാണ്ട് അവനെ അടിമയാക്കിക്കൊണ്ടല്ല, സ്വർഗവും നരകവും ഉണ്ടെന്ന് പറഞ്ഞിട്ടുകൊണ്ടല്ല. അപ്പം നിങ്ങളത് തിരിച്ചറിയുക. അത്രമാത്രമാണ് എനിക്ക് സുഹൃത്തുക്കളെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇതൊരു നിസ്സാര കെണിയല്ല. കാരണം ഇവിടെയുള്ള ഒരാൾ പോലും ഇവിടെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നില്ല. അത് അവർക്ക് ഉടനെ മനസ്സിലാവും. ഡോക്യുമെന്റ്സ് കാണുമ്പോൾ ഇവിടെയുള്ള ഈ പുത്തഞ്ചിറ ഈസ്റ്റ് ഇടവകയിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്നാലും അവർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അതങ്ങനെയാണല്ലോ. പുരോഹിതൻ എന്ന് പറഞ്ഞ ദൈവമാണെന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുരോഹിതർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തൊണ്ട തൊടാതെ ഇവർ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇതിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. എന്താണെന്ന് നോക്കാം.